അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിശ്ചയമായും അല്ലാഹുവിനെ പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അത് ഞാൻ പറഞ്ഞില്ല, എല്ലാ വിഭാഗങ്ങളിലും അങ്ങനത്തെ വിശ്വാസങ്ങൾ. അവരാരായിക്കൊള്ളട്ടെ, അവരൊരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല. അതിനുവേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും, അല്ലെ, ഒരു ഈച്ച എന്ന് പറയുന്നത് എത്ര നിസ്സാരമായ ഒരു ജീവിയാണ്. ഒരു ഈച്ചയെ സൃഷ്ടിക്കണമെങ്കിൽ പോലും ഈ ആരാധ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ എന്ത് ചെയ്യില്ല, സംഭവിക്കുകയില്ല എന്നുള്ളതും അതോടൊപ്പം പറഞ്ഞു ഇനി അവരിൽ നിന്നും ഒരു ഈച്ച എന്തെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ, നമുക്കറിയാം ഒരു ഈച്ച അത് ഭാരമുള്ളതൊന്നും എടുത്തുകൊണ്ടുപോകും. വളരെ നിസ്സാരമായ എന്തെങ്കിലും ഈ ആരാധ്യന്മാരിൽ നിന്നും അവർ കൊണ്ടുപോവുകയാണെങ്കിൽ അവരിൽ നിന്നും അത് തിരിച്ചു പിടിക്കാൻ എന്തില്ല, അവർക്ക് കഴിയുകയില്ല. ആ പ്രാർത്ഥിക്കപ്പെടുന്നവരും പ്രാർത്ഥിക്കുന്നവരും എന്താണ്, ബലഹീനർ തന്നെയാണെന്ന് പറയാണ്. സത്യത്തിൽ ഇതൊക്കെ ഞാനും വായിക്കുന്നത് ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന സെറ്റാണ്. അപ്പൊ ഞാൻ എന്റെ വിശ്വാസവും ഈ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് മുസ്ലിമായിട്ട് അള്ളാഹിന്റെ മുമ്പിലൊന്ന് നിൽക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു ആഗ്രഹമായിട്ട് ഞാൻ ശീലിച്ചിരുന്നത്. അപ്പൊ ഞാന് എന്താ പറയാ, റമദാനൊക്കെ ആവുന്ന സമയത്ത് പലപ്പോഴും യാത്രകളിലാവും, കോടതിയിൽ റിമാൻഡ്, ജയില്, കോടതി, പോലീസ്. അപ്പൊ പലപ്പോഴും അങ്ങനെ നോമ്പ് രാവിലെ അത്താഴത്തിന് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല. ഈ രാത്രി തരുന്ന 4 മണിക്ക് തരുന്ന ചോറ് വെള്ളത്തിലിട്ട് വെച്ച് അത് അത്താഴം കഴിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പകല് കോടതിയിലേക്ക് പോവുക. നോമ്പ് മുറിക്കുന്ന സമയം വന്നു കഴിഞ്ഞാൽ വൈകിക്കരുത് എന്ന് പറയും. പക്ഷെ നോമ്പ് തുറക്കേണ്ട സമയത്ത് വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമൊന്നും നമുക്ക് കിട്ടില്ല. യാത്രയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മഗ്‌രിബൊക്കെ വാങ്ങുന്ന സമയത്ത് എല്ലാ ആളുകളും ആവേശത്തോടു കൂടി നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഓടി പോകുമ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നമുക്ക് പുറത്തായിരുന്നെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോകാൻ, കാരണം യാത്ര പോകുമ്പോൾ കയ്യിൽ നോമ്പ് തുറക്കാൻ വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ തിരിച്ചു പോയാലോ 4 മണിക്ക് നമുക്ക് വാങ്ങി വെച്ച ചോറ് തണുത്തിട്ടുണ്ടാവും, അടച്ചു വെക്കാനും അല്ലെങ്കിൽ വൃത്തിയായിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല. എന്താ അവിടെ കിട്ടിയതെന്ന് കഴിക്കണം. മഗ്‌രിബ് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്തൊക്കെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എന്തെങ്കിലും ഒരു ദിവസം ഈ കാലഘട്ടത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എന്നെ പോലെ അറിയാതെ ജീവിക്കുന്ന ആളുകൾക്ക് നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതം മാറ്റി വെക്കുന്നുള്ളത് നിന്റെ മാത്രം തീരുമാനമാവരുത്. നമ്മൾ ഈ സദസ്സിൽ കൂടിയിരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മഗ്‌രിബിന്റെ ഇടയിൽ വിശ്വാസികളോട് പാരായണം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച സൂറത്തുൽ മുൽക്കിൽ നരകാവകാശികളായ ആളുകളെ നരകത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ അതിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. നരകം അതിന്റെ കോപം മൂലം പൊട്ടിപ്പിളറാണ്. അതിലേക്ക് നയിക്കപ്പെടുന്നവരുടെ ആ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കും, അലം യഹ്തികുൻ നദീർ, നിങ്ങളൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ? ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നിസ്കരിക്കണം, നോമ്പ് നോക്കണം, സക്കാത്ത് കൊടുക്കണം, ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു, അദ്ഉ ഇലല്ലാഹ് അന വമനി തബഅനി, ഞാൻ എന്നെ പിൻപറ്റി ജീവിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അതെല്ലാവർക്കും സംസാരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല, എല്ലാവർക്കും ദഅവത്തിന് സംസാരിക്കാൻ അല്ലെങ്കിൽ ക്ഷണിക്കാനൊന്നും കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ കൂടി കൊടുക്കാനെങ്കിലും നമുക്ക് കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ പരിചയത്തിൽ ഒരു 4 ആളുണ്ട്, ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. അബ്ദുറഹ്മാൻ എന്ന് പറയാൻ കഴിയാത്തവരാരുമില്ല. പക്ഷെ അതിന് പോലും എന്താണ് ജനങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ നമ്മളെ അറിയിക്കുകയാണ്. ഇത് നമ്മൾ ഇനി അവിടെ പോയിട്ട് ചിന്തിക്കരുത്. ഇതുപോലെ ഞാൻ പുറത്ത് ജീവിക്കുമ്പോൾ കുറ്റവാളിയായിട്ട് നടക്കുമ്പോൾ ആളുകളൊക്കെ പറയുന്നു നീ അതൊക്കെ നിർത്തിക്കോ. പക്ഷെ ഒന്നും ചിന്തിച്ചില്ല. പക്ഷെ ജയിലിൽ പോയപ്പോ നമ്മൾ എന്താ ചിന്തിച്ചത്, ഞാൻ പുറത്തുനിന്ന് തന്നെ ഒന്ന് നന്നായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലല്ലോ. സഹോദരങ്ങളെ, ഈ ജയിലെന്ന് പറയുന്നത് എന്താണോ കോടതി നമുക്ക് തരുന്ന ശിക്ഷ, 10 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്, അല്ലെ? 1 കൊല്ലം കഴിഞ്ഞ് 9 കൊല്ലല്ലേ ഉള്ളൂ, 2 കൊല്ലം കഴിഞ്ഞ് 8 കൊല്ലം ഉള്ളൂ. അല്ലാഹു പറഞ്ഞത് എന്താണ്? വല്ലദീന കഫറൂ, ആരെങ്കിലും അവിശ്വസിക്കുകയും വകദ്ദബൂ ബിആയാതിനാ, എന്റെ ആയത്തുകളെ കളവാക്കുകയും ചെയ്തു, ഉലൈക, അങ്ങനെയുള്ള ആളുകൾ അസ്ഹാബു